പിന്നെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. Welcome to my YouTube channel. Subscribe, share, comment. Oh my goodness. താങ്ക് യു. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതുസെ പറഞ്ഞു തന്നല്ലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ മാലുക്കുട്ടി പുണ്യസിക്ക് ചേച്ചിക്ക് എന്താ ഉണ്ട്, മാരേജ്ക്ക് ഇന്ന് രാത്രി തലേദിവസമൊക്കെ രാത്രിക്ക് ഫങ്ഷൻ ഉണ്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിക്ക് ഫങ്ഷൻ അല്ലേ. നമ്മൾ കുറച്ച് കസിൻസ് ആൾക്കാർ, പിന്നെ നമ്മുടെ ഈ റിലേറ്റീവ്സ്, പിന്നെ ഈ നമുക്ക് അടുത്ത ആൾക്കാർ എന്താ പറയുക, ഈ ഇങ്ങനത്തെ കസിൻസ്, പിന്നെ ഇങ്ങ ആൾക്കാർ അയൽവാസികള് നെയ്ബേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ മലയാളത്തിൽ പറയാലോ വിചാരിച്ച. അപ്പോൾ ഇത് രാവിലെ നമുക്ക് വീഡിയോ ഒക്കെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചത്തേക്ക് ഫുഡ് അവിടെ ആൻറ്റിക്ക് വീട്ടിലുണ്ടോ. അപ്പോൾ ഇന്ന് പിന്നെ വേറെ പരിപാടിയും ഉണ്ടോ. രാത്രി നമ്മുടെ അപ്പുക്കുട്ടക്ക് ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടോ. അപ്പോൾ അപ്പുക്കുട്ട ഫുട്ബോൾ കളിക്കും. ഗോൾ കീപ്പറും ഉണ്ടോ അപ്പുക്കുട്ട ഈസ് ഓൾ റൗണ്ടഡ് ഹെയർ സ്റ്റൈലിസ്റ്റ്, ഗോൾ കീപ്പർ, പിന്നെ നമ്മുടെ വീഡിയോഗ്രാഫർ, എല്ലാം എഡിറ്റിംഗ് എല്ലാം ഉണ്ടോ, ഓൾ റൗണ്ടഡ് ഉണ്ടോ. അപ്പോൾ ഇന്ന് അപ്പുക്കുട്ടക്ക് നമുക്ക് ടൂർണമെൻറ്റും ഉണ്ട്, ഫുട്ബോൾ ടൂർണമെൻറ്റ്. അപ്പോൾ ഇന്ന് രാത്രിക്ക് പരിപാടിയിൽ ചിലപ്പോൾ അപ്പുക്കുട്ട ഉണ്ടാവില്ല അല്ലേ അപ്പേ. ഇന്ന് തലേദിവസമൊക്കെ രാത്രി പരിപാടി. അപ്പോൾ നിന്റെ ഫുട്ബോൾ അല്ലേ. നാളെ എത്ര മണിക്ക് പോവും? നീ ഇന്ന് എത്ര മണിക്ക് പോവും? 4 മണിക്ക് പോവും. അപ്പോൾ 4 മണിക്ക് പോവും ടൂർണമെന്റിൽ. പിന്നെ ഞാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ അല്ലെ? ക്ഷണിച്ചിട്ടുണ്ടല്ലേ, ഞാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാനും രാത്രി പോവും. ഫുട്ബോൾ കഴിഞ്ഞിട്ട് ടൂർണമെന്റ് കഴിഞ്ഞിട്ട് അവിടെ പോവും. അപ്പോൾ രാത്രി ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് സമ്മാനം കൊടുക്കണ്ടേ. പന്തലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് അവിടെ പന്തൽ കാണിച്ച് തരാം. അവിടെ നമ്മുടെ പന്തൽ ഈവനിങ് വേണ്ടി റെഡി ആക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജുകള് ബാക്കില് ശരിക്കും ഇങ്ങനെ പിടിച്ച് തലേദിവസം രാത്രിക്ക് കുറെ ആൾക്കാർ ഇല്ലല്ലോ, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അത് വേണ്ടി നമുക്ക് സ്റ്റേജ് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനാൽ പറ്റുന്ന നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാമല്ലോ, അത് വേണ്ടി സ്റ്റേജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്ന സമയമില്ല, ടൈമില്ല. ഇന്ന് രാത്രിയല്ലേ. അപ്പോൾ ഇന്ന് ഡെക്കറേഷൻ്റെ ആൾക്കാർക്ക് വിളിക്കുമ്പം പിന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് സ്വന്തം ചെയ്യാനും സമയമില്ല. കാരണം എനിക്ക് അങ്കമാലി പോകണം. നമ്മുടെ മാളുക്കുട്ടിയുടെ കല്യാണം എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ്. അവരെപ്പോഴും വീട് വരാറുള്ള പേടിയാണ്. ഷൈബാൻറ്റി മാത്രം, അമ്മ ഇടയ്ക്ക് വരും. പേടി നാണമുണ്ട്. അപ്പോൾ ഇന്ന് അവളുടെ വീട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. കല്യാണ പെണ്ണല്ല, അതുകൊണ്ട് ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയില്ല ആ കൊച്ചെ. ഏലുകുട്ടിക്ക് പിന്നെ കുളിച്ചിട്ട് റെഡി ആക്കി. ഇപ്പൊ കുളിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഏലുകുട്ടി കുളിച്ചിട്ട് സെറ്റ് കൊണ്ട് ഇട്ടിട്ട് പിന്നെ സുന്ദര കുട്ടാ. ഞാനും അമ്മ ആന്റി ആരെങ്കിലും ഫ്രീ ഉണ്ടോ കുളിക്കും. നമ്മുടെ റോഡ് എന്താ ക്ലീൻ, എന്താ നല്ല ക്ലീൻ ആവും. അവധി നമ്മുടെ പന്തൽ. ഈ വീട് നമ്മുടെ എലുക്കുട്ടി അമ്മച്ചി ചാച്ചാക്ക് വീട് ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ ബ്രദർ, അമ്മക്ക് ബ്രദർ വീട് കാണിക്കാം. നമ്മൾ ചാച്ചാക്ക് വീട്. അപ്പൊ ഈ വീട് ഇങ്ങനെ സ്പേസ് ഇല്ലല്ലോ, അത് കാരണം ഇവിടെ അപ്പൊ ഇവിടെ സ്പേസ് ഇല്ല, അത് കാരണം നമുക്ക് അവിടെ ഇത് ചെയ്യുന്നുണ്ട്. പന്തൽ അവിടെ വെച്ച്. അപ്പൊ ഇന്നും ഗസ്റ്റ് ഉണ്ട്. ഇന്നു മുതലേ ഗസ്റ്റ് ഉണ്ട് വീട്ടില്. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞോ. അപ്പൊ നമ്മുടെ ഇന്ന് ഉച്ചത്തേക്ക് സാമ്പാർ, ക്യാബേജ്, ചോറ് കാണിച്ച്. അതെ, ചോറ് റെഡി ആവുന്നുണ്ട്. സാമ്പാർ റെഡിയായി. ഒന്നും വേണ്ടല്ലോ, മതി. കുറച്ച് മലയാളം ഇവിടെ ദൈവത്തോട് വെള്ളം ഒഴിക്കരുത്. എന്തൊക്കെ പറയുന്നു. ഇത് കുറച്ച് കണ്ടത്, ഇത് നോക്കോ. അല്ലല്ല, ഇത് സാമ്പാർ. ഇനി കുറച്ച് ഇത്ര വെള്ളം നിറച്ച് വയ്ക്കും. ഇതേ താഴെ കുറച്ചുകൂടി നീക്കി വെച്ച്. ഇത് ഇവിടുത്തെ ഷൈബിയാജിയുടെ വീട്ടിൽ വന്നപ്പോ കണ്ടില്ലേ. അല്ലടിയോ നമുക്ക് പക്ഷേ ഇത് നമ്മൾ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണതാ. അവിടേക്ക് വിടാൻ
വീഡിയോയിലൊക്കെ ഒന്നും പിള്ളേര് ബിബി ചേച്ചി കാണും. ബിബി ചേച്ചി പറഞ്ഞിട്ട് വീഡിയോ കാണുന്നുണ്ടോ? പിന്നെ ക്യാബേജ് തോരൻ. അപ്പൊ മാലു വീട്ടിലില്ല, മാലു അങ്കമലി പോയിട്ടുണ്ട്. മാലു വന്നിട്ട് പെണ്ണിന്റെ അമ്മ വരുന്നുണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര വർക്കാണത്. ആ ആന്റിക്ക് ഭയങ്കര തറക്ക് പാവ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല അല്ലേ ആന്റി? ഒറ്റ മോളല്ലേ, ഭയങ്കര എല്ലാം കയ്യിലാണ്. ചട്ട കൊണ്ടതുണ്ട്. ഭയങ്കര സന്തോഷമുണ്ടോ അല്ലേ? നമ്മുടെ ആന്റി 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 നീ ഫേമസ് ആയി കളഞ്ഞല്ലോ. അതെ, 7 മില്യൺ വ്യൂസ് കിട്ടിയ. വെൽക്കം വെൽക്കം. പായസം, ഗോതമ്പ് പായസം. അപ്പൊ നമ്മുടെ ഏലുകുട്ടി അമ്മച്ചി എത്ര മാസം കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ടില് വന്നിട്ടുണ്ട്? ആശ്വാസം പോലെ എന്റെ അമ്മയെ കുളിച്ചിട്ട് സുന്ദരിയായി. ഇത് സെറ്റ് മുണ്ട് ഇട്ടിട്ട് എത്ര 3 മാസം കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ട് ഇട്ടിട്ട് പഴയ ഏലുകുട്ടി ആയില്ലോ. മാല മോതിരം കൈകിട്ട് തരാം. അമ്മച്ചി പറഞ്ഞു മാല മോതിരം നീ കൊണ്ടുക്കോ സോയിക്കുട്ടി പറഞ്ഞിട്ട് അന്നേ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ചോദിക്കണേ എനക്ക്. എനിക്കിപ്പോ കഴിച്ചില്ല, കല്യാണം കഴിയുമ്പോ വരാം ഞാൻ. ഫുഡ് കഴിച്ചാണ് അമ്മേ? നല്ല സാമ്പാറ് അല്ലേ? എല്ലാവരും ഉണ്ടായ കാരണം വേഗം നീ കുടിപ്പിക്കാൻ സുഖം തോന്നി. അപ്പൊ അതേ രാത്രിക്ക് നമുക്ക് പരിപാടിക്ക് വേണ്ടി തയ്യാറാവാം. നമുക്ക് ബ്രൈഡിക്കും തയ്യാറ് ചെയ്യാം. പിന്നെ ഞാനും പിന്നെ എൻ്റെ സിസ്റ്റർമാർക്കും റെഡി ആക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ബ്രൈഡിക്ക് റെഡി ആക്കട്ടെ. അപ്പൊ ബ്രൈഡ് കാണിച്ച് തരാം. ഉച്ചക്ക് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട്. അതെ ബാക്കിൽ ഇപ്പൊ ഡ്രസ്സ് കാണിക്കട്ടെ. നിന്റെ ഡ്രസ്സ് കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈവനിങ് പാവാട ടോപ്പ് പിന്നെ ഷോളും ഉണ്ടല്ലേ. ഷോള് എവിടെ? ഷോള് വൈറ്റ് ഉണ്ടല്ലേ. അപ്പൊ ലാസ്റ്റില് ഫിനിഷിങ് കാണിക്കാം. അപ്പൊ മാലുക്ക് ഞാൻ വേഗം മുടി സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ട് ബ്രൈഡിക്ക് ഡ്രസ്സ് പറയുന്നിട്ട്. പക്ഷെ ടോപ്പ് നല്ല കളർ ഉണ്ട്. ഞാനായി വയ്യ അല്ലേ. അപ്പൊ ഞാൻ അവൾക്ക് മേക്കപ്പ് ഇന്ന് രാത്രി മേക്കപ്പ് ചെറുതായിട്ട് മതി. രാത്രിക്ക് പരിപാടിക്ക് പിന്നെ മുടി സെറ്റാക്കാം. നാളെ ഒക്കെ വേണ്ടി നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. മാരേജിൽ ഞാൻ ചെയ്യുന്നു പറ്റില്ല. ഈ ഈവനിങ് മാത്രം ചെറുതായിട്ട് ഞാൻ ചെയ്യാം. ചുന്ദരി ഞാൻ ചുന്ദരി കോത റെഡി ആയിട്ടുണ്ട്. ആൻസി ആന്റി റെഡി ആക്കി തന്നിട്ടുണ്ട്. വാ, കുറച്ച് ബാക്കിൽ പൊക്കോ ചുന്ദരി. ഡ്രസ്സ് കാണിക്കട്ടെ, ബാക്കിൽ പോ. ഇങ്ങനെ നോക്കൂ, ഇങ്ങോട്ട് വായോ. ഓ മൈ ഗോഡ്, സുന്ദരി കൊച്ചെ മുടി കാണിച്ചേ, മുടി. ഓ മൈ ഗോഡ്, ആൻസി ആന്റി സുന്ദരിയാക്കി തന്നെ. ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്, മോനിക്ക കാണിക്കോ, സാരി കാണിക്കോ. നല്ല ഉണ്ടോ? കുറച്ച് ബാക്ക് പോന്നേ അമ്മ. നല്ല സാരി. നല്ല സാരി, നല്ല ബ്ലൗസ്. ഇത് എന്റെ ഡ്രസ്സ് കാണാനുണ്ടാമേ. ഫുള്ള് കാണുന്നില്ല, ബാക്ക് കാണുന്നുണ്ടോ? പിന്നെ ലാസ്റ്റില് ഹാളിൽ കാണിക്കാം അല്ലേ. അപ്പൊ ഇതിന് എന്റെ ഡ്രസ്സ് എല്ലാവർക്കും റെഡിയായി കഴിഞ്ഞിട്ട്. എൻസി റെഡിയായി, അലീനക്കുട്ടിയും റെഡിയായി, മാലുക്കുട്ടിയും റെഡിയായി. ഇന്ന് ഞാനും എൻ്റെ മേക്കപ്പ് പുനസും റെഡിയായി. ഇന്ന് ഞാനും റെഡി ആവട്ടെ, മേക്കപ്പ് ചെയ്യട്ടെ. അപ്പുകുട്ട ഇല്ല, അപ്പുകുട്ട പോയി ഫുട്ബോളിൽ പോയി ടൂർണമെന്റ്. ഞാനും പോന്നും രാത്രി ഈ പരിപാടി കഴിഞ്ഞിട്ട് അല്ലേ അമ്മേ. അമ്മ റെഡിയായി. അപ്പൊ ലാസ്റ്റ് ഞാൻ റെഡി ആവട്ടെ കേട്ടോ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. എൻ്റെ എൻസിക്ക് ഫൈനൽ ലുക്ക് കാണിക്കൂ. അപ്പൊ അലീന കുട്ടിക്ക് എൻസിക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് മാറ്റി, കാരണം സാരി ഉണ്ടല്ലോ അത് കാരണം ഞാൻ ഇത് എനിക്ക് ഇതിന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്ക് ശരിക്കും നല്ല ഇത് ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് മാറ്റി. ഓ കുഴപ്പമില്ല. പക്ഷെ നല്ല അലീന കുട്ടി വീഡിയോയിൽ വരില്ല, അവൾക്ക് ഞാനുണ്ട്. അപ്പൊ ഞാൻ ഇത് പിന്നെ എൻസിക്ക് ഇത്. അപ്പൊ ഇത് നമ്മുടെ സുചിയമ്മ. ഓക്കെ, അപ്പോൾ ഇത് പരിപാടി സ്റ്റാർട്ടായിട്ടോ. നമുക്ക് കുറച്ച് വൈകിയായിപ്പോയി. ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വന്ന് സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാലുകയും പിന്നെ മയസ്കയും ഫാമിലി. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഇച്ചിരി ഫോട്ടോ സെക്ഷനും ഉണ്ടായിരുന്നല്ലോ, ഫോട്ടോ എടുത്ത്
പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നത് പുനസം എല്ലാവർക്കും തീറ്റിനിട്ട് നന്നായിട്ട് ചിക്കനും ചോറും ഉണ്ട് ബിരിയാണിയും. ഓക്കേ സൂപ്പർ. ഓക്കോ ലൈറ്റ് ഇല്ല, അപ്പുക്കുട്ട വരുമ്പോൾ ലേറ്റായി, അത് കാരണം ചിലപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അപ്പുക്കുട്ടക്ക് ഇങ്ങനെ ഡ്രസ്സ് കാണുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട്, പുനസക്കും ഷോക്കായിപ്പോയി. കാരണം പുനസ് ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നു ഫസ്റ്റ് ടൈം കാണാനുണ്ടോ. 6 വർഷം മുമ്പ് നമുക്ക് മാരേജിൽ ഇട്ടായിരുന്നു അപ്പുക്കുട്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടോ കൊള്ളാമോ പറയുന്നു കേട്ടോ. ഫ്രണ്ട്സ് പേര് പറഞ്ഞേ. ആൽവിൻ ജിസൽ. പുനസ് പറഞ്ഞ പേര് ഇല്ല, എനിക്ക് മുമ്പ് മിണ്ടി യൂട്യൂബ് കാണുന്നുണ്ട് പറഞ്ഞു. അത് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, റോക്കി ബോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ റോക്കി ബോയ്സ്. അത് ആ വീഡിയോയിൽ എന്താ ഇടും? എന്റെ ഫോൺ തന്നെ ഇല്ല, എന്റെ ഫോൺ എടുത്തോണ്ടില്ല. അതെ ഇഷ്ടമായ ഫ്രണ്ട്സിന് എത്ര ഐസ്ക്രീം കഴിക്കുന്നു? 3 എന്താ എനിക്ക് മാറ്റി വെക്കണ്ടേ? ഞാൻ കണ്ടില്ലല്ലോ ഐസ്ക്രീം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ എല്ലാവരും ഡാൻസ് കളിച്ചോ, നല്ല അടിപൊളി വൈബ് ഉണ്ടായിരുന്നു. ഇതേ പുനസ് കുറേ നേരം ഡാൻസ് കളിച്ചിട്ടോ. പുനസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പക്ഷെ പുനസിട്ട് മ്യൂസിക് പാട്ട് ഇടുമ്പോൾ എല്ലാവർക്കും അറിയാട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പം ഞാനും പുനസൊക്കെ കണ്ട് അങ്ങനെ ഡാൻസ് കളിച്ചിട്ട്. എനിക്ക് ശരിക്കും ഡാൻസ് കളിക്കുന്ന അറിയില്ല കേട്ടോ. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day again. എന്താ പറഞ്ഞ? എന്ത് പറഞ്ഞുണ്ട്? ഡാൻസ് എങ്ങനെ അറിയാം? എത്ര സ്റ്റെപ്പ് എങ്ങനെ പഠിച്ചു? ഓർമ്മയുണ്ടോ? ഓ, പഠിക്കണത് ഓർമ്മയില്ലല്ലോ. പഠിക്കണത് നാള് പേയ്മെന്റ് വേണം. ഇത്രയും ഡാൻസ് കളിച്ചിട്ട് പേയ്മെന്റ് കൊടുക്കണം കേട്ടോ. പരിപാടി നല്ല അടിപൊളിയായി. ഇങ്ങനെ അറിയോ ഞാൻ ഡാൻസ് കളിച്ചിട്ട്? നമുക്ക് ഒരു ആഗ്രഹമല്ല ഡാൻസ് കളിക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ കളിച്ച് എല്ലാരും പറഞ്ഞു, എല്ലാരും കളിക്കണം, എന്താ രസം ഉണ്ടായിരുന്നു. അത് എല്ലാവരോടും കൂടി കളിക്കുമ്പോ രസമാണ്. അല്ല കൊച്ചെന്താ കാണിച്ച അവള് കാണാതെ പിള്ളേർക്ക് എന്താണ് പെട്ടെന്ന് വീട് ഇവിടെ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നു. ഡാൻസ് നമുക്ക് അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റിലെ ഡാൻസ് കളിക്കുന്നേ പറ്റും. നമ്മൾ പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അടിപൊളി ഡാൻസ് കളിച്ച ആരൊക്കെ അവള് സ്റ്റെപ്പ് ഒന്നും അവള് പഠിച്ചിട്ടില്ല, പക്ഷെ ഡാൻസ് പാട്ടിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ എവിടെ പോണേ? അവീനത് അപ്പുക്കുട്ടാക്ക് ടൂർണമെന്റ് ട്രോഫി കൊടുക്കണം. പക്ഷേ ഫൈനൽ 12 1 മണിയാവുമ്പോ കയറും. ഫൈനലാകുമ്പോ 1 മണി നമുക്ക് വണ്ടിയിലൊക്കെ കിടക്കാട്ടോ. പോവാ ഗ്രൗണ്ടില് പോവാ, അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഒരു ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. അതുകൊണ്ട് ചേച്ചി കൊണ്ടുപോയി. കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അലക്സാറ്റിനും ഫാമിലിക്കും കമ്മിറ്റിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. സ്വാഗതം മാത്രം പോരാ, പൈസ പൈസ പൈസ. ഫുഡ് കഴിക്കാൻ പോണം. പൈസ
അപ്പോൾ ഇത് ഗ്രൗണ്ടിലെത്തിയിട്ടോ, ഗ്രൗണ്ടിലെത്തി. അപ്പോൾ കുട്ടി എല്ലാ ഫ്രണ്ട്സിക്ക് പറ്റി തന്നു. കുറച്ച് നേരം സംസാരിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് നേരം ഫുട്ബോൾ മാച്ച് നോക്കി, 2 ടീമിനും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ട്രോഫി കൊടുത്താനു. ബെസ്റ്റ് ഗോൾ കീപ്പർ, ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഡിഫൻസ്, അങ്ങനത്തെ എല്ലാവർക്കും ട്രോഫികൾ കൊടുത്തു. അപ്പോൾ ഞാനൊക്കെ വിളിച്ചായിരുന്നു എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നൊക്കെ വേണ്ടി. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കൈനോ മാരേജ് തലരാത്രിക്കും കൈനോ. പിന്നെ ഫുട്ബോൾ കഴിഞ്ഞ് ടൂർണമെന്റിന് വേണ്ടി വന്നാനു. അപ്പോൾ രാവിലെ 3 മണി ആയിട്ട്. അപ്പോൾ പോയി ഉറങ്ങുന്നു, മഴ വന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അതെ, ഗുഡ്. അടുത്ത വർഷം ഞാൻ സ്പോൺസർ ചെയ്ത് തരാം. ഞാൻ